ഹായ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഞങ്ങളിന്ന് കുഞ്ഞാവയൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റത്തെ വിഷുവാണ്. അപ്പോൾ ഞങ്ങൾ ചെറിയ തോതിലൊക്കെ ഒന്ന് സദ്യയൊക്കെ ഉണ്ടാക്കി ആഘോഷിക്കുകയാണ്. അപ്പോൾ അവിയലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പായസം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്നാൾ ഒപ്പിരുന്ന് തിന്നാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ചോറൊക്കെ വിളമ്പുകയാണ് ഞാൻ. മോൾക്ക് കുറഞ്ഞൊരു പനിയൊക്കെ ആയതുകൊണ്ട് വലിയൊരു ഉഷാറൊന്നുമില്ല ഞങ്ങൾക്ക്. എന്നാലും ഫസ്റ്റത്തെ വിഷുവല്ലേ, അപ്പോൾ ആഘോഷിക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ നേരത്തെ ചോറുണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലെ താത്തയ്ക്ക് ഒക്കെ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുത്തു. ഞങ്ങൾക്ക് പെരുന്നാളിന് ബിരിയാണിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിന്ന് സദ്യയൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുത്തു. അവർക്കാണ് ഫസ്റ്റ് ഞങ്ങൾ കൊടുത്തു. പിന്നെയാണ് ഞങ്ങൾ തിന്നാനിരിക്കുന്നത്. പിന്നെ മോളെ ഇന്ന് റെഡിയാക്കും വേണം, മറ്റത് ഭക്ഷണം കഴിക്കാൻ അയക്കൂല, അതുകൊണ്ടാണ്. അപ്പം ഞങ്ങൾ ഒക്കെ വിളമ്പി ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഉപ്പേരിയുണ്ട്, ഇഞ്ചിത്തൈര്, ഓലൻ, അവിയൽ, തൈര്, പപ്പടം, അച്ചാറിൻ്റെ ഒരു പോരായും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ സാമ്പാറുണ്ട്, രസമുണ്ട്, പായസവും. അച്ചാറില്ല, അച്ചാർ ഉണ്ടായിരുന്നു പക്ഷെ എടുത്തിട്ടില്ല, ഒക്കെ വിളമ്പി കഴിഞ്ഞൊരു ഓർമ്മ. അപ്പോൾ അതിന് വേണ്ട വെച്ച് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങളിപ്പോൾ കഴിക്കാൻ പോവുകയാണ്. രസമൊക്കെ ഞാൻ തട്ടിക്കൂട്ടിയാണ് ഉണ്ടാക്കിയതാണ്. ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയില്ല, ഒക്കെ ഇനി തിന്ന് നോക്കുമ്പോഴേ അറിയുള്ളൂ. മോളതിലിടയ്ക്ക് വിശന്നിട്ട് കുറച്ച് പായസം ആദ്യം എടുത്ത് കുടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ റെഡിയായി. പപ്പടം ഞാൻ തണുത്ത് പോഞ്ചിച്ചൊരു കവറിലൊക്കെ ആക്കിയിട്ട് പാത്രത്തിലിട്ടേച്ചതാണ്. പപ്പടം പിന്നെ എനിക്ക് തോനെ തിന്നണം. എനിക്കൊരു പപ്പടം ഒന്നും പോരാ, 2 3 ഒക്കെ തിന്നും ഞാൻ. പുട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, 3 4 പപ്പടം തിന്നും. മോളും തിന്നും, പക്ഷേ മോൾക്ക് വേഗം പുണ്ണുണ്ടാവും. ഇപ്പം ഞാൻ ഇപ്പം തന്നെ ചോറുണ്ടപ്പോൾ ഞാൻ 2, മോൾക്കും 2, മോൾക്കും 2 വേണമെന്നാണ് ചോദിച്ചപ്പോൾ. ചേട്ടായിക്ക് പിന്നെ 1 മതി. പപ്പടം വലിയ ഇഷ്ടമൊന്നുമില്ല, ചിലപ്പോഴൊക്കെ തിന്നുള്ളൂ. എനിക്ക് പിന്നെ പപ്പടം ഉണ്ടെങ്കിൽ പിന്നെ സൂപ്പറാണ്, വേറെ ഒന്നും വേണമെന്നില്ല. അങ്ങനെ അപ്പോൾ കുഞ്ഞാവ വന്നു. കുഞ്ഞാവയ്ക്ക് ഞങ്ങൾ പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഇട്ട് കൊടുത്തില്ല, പനിയാണ്. അപ്പോൾ മരുന്നൊക്കെ കുടിച്ചപ്പോൾ അതിലൊക്കെ ആവും ചേച്ചിട്ട് ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടില്ല. ചേച്ചി കുഞ്ഞാവയ്ക്ക് അപ്പോഴേക്ക് പപ്പടമൊക്കെ എടുത്ത് കൊടുക്കൽ തുടങ്ങി. ചേച്ചിയും കുഞ്ഞാവി ആദ്യം പായസമൊക്കെ കുടിച്ചിട്ടുണ്ട്. പിന്നെന്തൊക്കെയാണ് അതിലുള്ളത്. അപ്പോൾ ഞങ്ങൾ ഒക്കെ റെഡിയായി ചോറുണ്ണാനിരുന്നു കേട്ടോ. കുഞ്ഞാവ ആദ്യം കുറച്ച് പായസമൊക്കെ കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ കൊടുത്തപ്പോൾ അതാ കുടിക്കുന്നില്ല. അപ്പോൾ ചേട്ടായി വേഗം തിന്നൽ തുടങ്ങിയല്ലോ, മോളും തിന്നൽ തുടങ്ങി. സാമ്പാറൊക്കെ ടേസ്റ്റ് ഉണ്ടോയെന്നൊന്നും അറിയില്ല, എങ്ങനെ ഉണ്ടാവോ ഒക്കെ ഇപ്പോൾ തിന്നൽ തുടങ്ങി. ഇപ്പോൾ പറയും. മോളൊക്കെ തന്നിട്ടുണ്ട്. കുഞ്ഞാവ ഞങ്ങളെ ഇലയ്ക്കൊക്കെ ഇങ്ങനെ നോക്കുക. സൂപ്പറാണെന്ന് പറയണം, അപ്പം അടിപൊളിയായിട്ടുണ്ട്. കുഞ്ഞാവയ്ക്ക് ഞാൻ കിഴങ്ങും പപ്പടമൊക്കെ കൂട്ടി മാമു കൊടുത്ത് തിന്നണമൊക്കെ ഉണ്ട്. മോൾക്ക് അതിന് പനി പിടിച്ചാലും ഒന്നും തിന്നണില്ല, വായ കഴിച്ചിട്ട് എന്താ അറിയില്ല, ഒന്നും തിന്നണില്ല. കുട്ടി മെലിഞ്ഞു, നല്ല പനിയാണ്. ഒരു 2 ആഴ്ചയായി പനിയൊക്കെ തുടങ്ങിയിട്ട്. മോളോട് ടേസ്റ്റ് ഉണ്ടൊക്കെ ചോദിച്ചു, ടേസ്റ്റൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. മോളിട്ട ഡ്രസ്സ് ഞങ്ങൾ ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണേ, കുറഞ്ഞ റേറ്റായിട്ടുള്ളൂ. അപ്പോൾ വിഷുവിനേക്ക് വാങ്ങിയതാണ്. കുഞ്ഞാവയ്ക്കും വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ, പക്ഷെ ഇട്ട് കൊടുത്തിട്ടില്ല. അത് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് വെള്ളിയാഴ്ച. അപ്പോൾ ആ കല്യാണത്തിന് പോകുമ്പോൾ കുഞ്ഞാവേൻ്റെ ഡ്രസ്സ് ഇട്ട വീഡിയോ ഒക്കെ ഞങ്ങൾ എടുക്കും. കുഞ്ഞാവേനോട് ഞാൻ ഹായ് ഒക്കെ പറയാൻ പറയുന്നുണ്ട്. ഫോണിലേക്ക് ഇങ്ങനെ നോക്കുക വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ സദ്യയൊക്കെ കഴിഞ്ഞു ഞങ്ങളത്, എല്ലായിടത്തും കഴിഞ്ഞു. എൻ്റെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാനിടയ്ക്ക് കുഞ്ഞാവേൻ്റെ അടുത്തേക്കൊക്കെ നീച്ച് പോകണോണ്ടേ, അപ്പോൾ ഞാനിന്ന് ഈ ഇലയിലാണ് പായസം കുടിക്കുന്നത്. കല്യാണത്തിനൊക്കെ പോയാൽ നമ്മൾ ഇലയിലല്ലേ പായസം കുടിക്കുക, സദ്യ കൊണ്ടാൽ. അപ്പോൾ എങ്ങനെ ഉണ്ട് നോക്കട്ടെ കേട്ടോ. പപ്പടം കൂട്ടി പായസം കുടിക്കുകയാണ്, നല്ല ടേസ്റ്റാട്ടോ. ഇലയിൽ കുടിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റാട്ടോ, സൂപ്പർ തന്നെയാണ്. ഇതിന് സേമിയ പായസം ആയതുകൊണ്ട് വല്ലാതൊരു സുഖമല്ല, അരിപ്പായസമൊക്കെ കിട്ടണം. ചേട്ടായി നല്ല ഇലയൊക്കെ വടിച്ച് തിന്നുന്നുണ്ടല്ലോ, നല്ല ഇഷ്ടമായിട്ടുണ്ട് തോന്നുന്നുണ്ടെന്ന്, ഒക്കെ തിന്നിട്ടുണ്ട്. അപ്പോൾ പായസവും പപ്പടവും അടിപൊളി. പഴത്തിൻ്റെ ഒരു പോരായുണ്ടേ, പഴം വാങ്ങിയിട്ടില്ല. അപ്പോൾ സദ്യയൊക്കെ അടിപൊളിയായി.
ചേട്ടായിക്ക് കുറച്ച് കൊടുത്തു നോക്കുന്നുണ്ട് ഞാൻ, ടേസ്റ്റ് ഉണ്ടോയെന്നറിയാൻ. എങ്ങനെയുണ്ട് പറയട്ടെ. കുഴപ്പമില്ല, അടിപൊളിയാണ് പറഞ്ഞിനും. പായസമൊക്കെ അടിപൊളിയാണ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല കേട്ടോ, അടിപൊളി. എന്താ ടേസ്റ്റ്. കുറച്ചൊരു രസം കുറഞ്ഞോ എന്നൊരു ഡൗട്ട്. അത് ഞങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കിയത്, ഉണ്ടാക്കാനാവില്ല വിചാരിച്ചിങ്ങ് നിന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് രസമൊക്കെ ഉണ്ടാക്കിയപ്പോൾ അത് കുറഞ്ഞൊരു ടേസ്റ്റ് കുറവ്. അപ്പോൾ സദ്യയൊക്കെ കഴിഞ്ഞു, എല്ലാവരും ഇലയൊക്കെ മടക്കി. മോളൊക്കെ എപ്പോഴോ നീച്ചു പോയി, ഇന്ത്യ കഴിഞ്ഞിട്ടില്ല. ഞാനങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാവേതാ നേരത്തെ കൂടെ പോകണു, അതൊക്കെ തിന്നു കഴിഞ്ഞു. ഞാൻ പായസമൊക്കെ ആസ്വദിച്ചിങ്ങനെ കുടിച്ച്. അപ്പോൾ ഞങ്ങളത് സദ്യയൊക്കെ കഴിഞ്ഞു. കുഞ്ഞാവ അവിടെ ഒരു പണിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്, വറ്റൊക്കെ കളഞ്ഞിട്ട്. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.